ഹമാസ് ഹമാസ് പോലെ തന്നെ IS ഇതെല്ലാം പശ്ചിമേഷ്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കൺസെപ്റ്റിൻ്റെ ഭാഗമാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടുത്തെ ഇസ്ലാമിന് വിരുദ്ധമാണ്. അത് രാജ്യമെന്നുള്ള സങ്കല്പത്തെ തകർക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യങ്ങൾ തോറും വ്യാപിപ്പിച്ച് അത് എത്തിക്കുകയാണ്. അതായത് ഇവിടെയും കേരളത്തിലും കോൺഗ്രസിലും CPM-ലും ഒക്കെ ഈ അൻവറുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് ഇവിടുത്തെ കോൺഗ്രസിലും CPM-ലും ഒക്കെ കൃത്യമായി അതിൻ്റെ വക്താക്കൾ പ്രവർത്തിക്കുന്നു. ഒരു കാര്യം പറയാം, യുവമാരുടെ ഇന്നലത്തെ ഒരൊറ്റ സമരം കൊണ്ട് ഞാൻ ഉൾപ്പെടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇനി സ്റ്റുഡിയോയിൽ നിന്ന് മാത്രമേ വസ്ത്രം വാങ്ങുമെന്ന് തീരുമാനിച്ചു. സ്റ്റുഡിയോ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു പരസ്യം പോലും ഇല്ലായിരുന്നു സ്റ്റുഡിയോയ്ക്ക് ഇത്രയും വലിയ പരസ്യം ഉണ്ടാക്കി കൊടുത്തത് ഇവരാണ്. എന്തിനു വേണ്ടി? ഒരു കമ്പനി അവരുടെ ബിസിനസ് ആർക്ക് വേണ്ടി ചെയ്യാം. പക്ഷേ ഇസ്രായേലിനെ സഹായിക്കുന്നു, അല്ല ഇസ്രായേലിന് ഇന്നെ നിർമ്മിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ ഇവരാരാണ്? ഇവർക്ക് ഹമാസുമായിട്ട് എന്താണ് ബന്ധം? പാലസ്തീനിൽ എന്താ ഇവർക്ക് ബന്ധം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് വർഗീയത തന്നെയല്ലേ? ഇവിടെ ബംഗ്ലാദേശിൽ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളല്ലേ ബംഗ്ലാദേശിലുള്ളത്? അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എവിടെ പോയായിരുന്നു ഈ ആദർശം? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ്സിൽ മറ്റേ കഫിയ കിട്ടല്ലോ. എന്തേ ആ ബംഗ്ലാദേശി പാവങ്ങളെ പീഡിപ്പിച്ചപ്പോൾ ഇവർക്കൊന്നും ഇത് തോന്നാത്തേ? ഇവിടെ അസർബൈജാനിൽ ആയിരക്കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടപ്പോൾ ഇവർക്കൊന്നും ഇത് തോന്നാത്തേ? നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സംഘടന അവിടെ ഏതെങ്കിലും മിഷണറിമാരുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ അതിന് അനുശോചനം രേഖപ്പെടുത്താൻ കോൺഗ്രസ്സുകാരെ കിട്ടും. എന്തേ കോൺഗ്രസ്സുകാരൻ അസർബൈജാനിലും നൈജീരിയയിലും ഉൾപ്പെടെ വലിയ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരതയ്ക്ക് പാത്രമാകുന്ന ക്രൈസ്തവരെ കുറിച്ച് വിലപിക്കാൻ ഇവർക്കില്ല? ഗാസയിൽ മാത്രമുള്ളൂ മനുഷ്യര്? നമസ്കാരം. നമസ്കാരം. നിലമ്പൂർ ഇലക്ഷൻ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഗംഭീരമാവും. കേരളത്തില് പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഞങ്ങൾ തുടങ്ങുന്നൊരു രാഷ്ട്രീയം നാളെ കേരളത്തിലെ രാഷ്ട്രീയവും മലയോര കർഷകന്റെ രാഷ്ട്രീയമായി മാറും. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ഈ ഇലക്ഷൻ ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടിൽ വലിയ തരത്തിൽ കണ്ണുവെച്ച് BJP പ്രവർത്തിക്കുകയാണെന്നുള്ളൊരു വലിയൊരു പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണോ? ക്രിസ്ത്യൻ വോട്ടിൽ BJP കണ്ണുവെച്ച ഉടനെ ക്രിസ്ത്യൻ വോട്ടല്ല അങ്ങ് വരുമോ? അങ്ങനെയല്ല. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം, UDF പറയുന്ന രാഷ്ട്രീയം, LDF ചെയ്ത രാഷ്ട്രീയം, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. ഞങ്ങൾ ഇപ്പോൾ പറയുന്ന രാഷ്ട്രീയത്തിൽ ആ രാഷ്ട്രീയത്തിൽ മലയോര കർഷകർക്ക്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികൾക്ക് താല്പര്യം തോന്നിയാൽ വോട്ട് ചെയ്യും അല്ലേ? എപ്പോഴും നമ്മൾ പറയുന്നത് രാഷ്ട്രീയമാണ്. അത് ക്രിസ്ത്യൻ മാത്രമല്ല, ഇവിടുത്തെ ഇസ്ലാം സമൂഹത്തോടും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോടും ഇവിടുത്തെ എല്ലാ ജാതി വിഭാഗങ്ങളോടും ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അടിസ്ഥാനപരമായി അടിസ്ഥാന വർഗങ്ങളെ ബാധിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. ആ രാഷ്ട്രീയം അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ വോട്ട് ചെയ്യും. മുനമ്പം വിഷയം നിലമ്പൂരിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം തന്നെയായിരിക്കും. മുനമ്പം വിഷയമല്ല, മുനമ്പം വിഷയം നിലമ്പൂരിനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ മുനമ്പത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകൾ അത് തീർച്ചയായിട്ടും നിലമ്പൂരിലും ചർച്ചയാകണമല്ലോ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ നിലപാട് സ്വീകരിക്കുന്ന ഇവിടുത്തെ ഇടത് വലത് മുന്നണികളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞാലേ പറ്റൂ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രചരണം കൊടുക്കുന്നുണ്ടോ? ഈ വഖഫ് വിഷയത്തിന്റെ എല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ അവരുടെ ഇടയിൽ? ഞാൻ അങ്ങോട്ട് പറയേണ്ട വരുന്നില്ല, അവരിങ്ങോട്ട് തന്നെ പറയുന്നുണ്ട്. എന്താ ഒരു ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഇവിടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന അമിതമായ പ്രീണനം. ഇന്നലെ പറയാം ബക്രീദിന്റെ അവധി, നമുക്ക് അവധി കൊടുത്തല്ല, എന്താ കുഴപ്പം? പക്ഷെ അവധി ആദ്യം അത് ക്യാൻസൽ ചെയ്യുന്നു. സമ്മർദ്ദങ്ങളുടെ ഫലമായി വീണ്ടും അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് നിലമ്പൂർ ഇലക്ഷനെ ബാധിക്കും എന്ന നിലയിൽ പ്രഖ്യാപിക്കുന്നു. നിലമ്പൂർ ഇലക്ഷനിൽ അവർ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് നേട്ടം ഉണ്ടാകുമെന്ന് കരുതി അവിടെ UDF അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. ഞങ്ങളിതുമെല്ലാം പറഞ്ഞോ? ഇവിടെ യഥാർത്ഥ മതേതരത്വം പറയുന്നത് BJP അല്ലേ ഉള്ളൂ. ഞങ്ങളിതുമെല്ലാം പറഞ്ഞോ? ബക്രീദിന് അവധി കൊടുക്കരുതെന്ന് പറഞ്ഞോ? കൊടുക്കുമെന്നോ? ഒന്നുമില്ല. അവിടെ സർക്കാർ എന്ത് തീരുമാനമെടുത്താൽ ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്തു. പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ വോട്ട് കച്ചവടമാണ്. ഇവിടെ നിലമ്പൂരിൽ നിങ്ങളൊക്കെ അറിയാമല്ലോ, നിലമ്പൂരിൽ എന്താ ചർച്ച? നിലമ്പൂരിലെ ഭൂരിപക്ഷം ഇസ്ലാം സമൂഹമാണ്. ആ വോട്ട് എവിടെ കിട്ടും? അത് ആര്യാടന് കിട്ടുമോ, സ്വരാജിന് കിട്ടുമോ? ഇവർ തമ്മിലുള്ള കിടമത്സരമാണ് നടക്കുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ഇദ്ദേഹമുണ്ട്, നമ്മുടെ അൻവർ. ഇവർക്ക് 3 പേരും എത്രമാത്രം മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാന്നുള്ള ചർച്ചയും അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളും അതിനുവേണ്ടിയുള്ള പ്രീണനങ്ങളും അതിന്മേലുള്ള ചർച്ചകളും മാത്രമല്ലേ നിലമ്പൂരുള്ളൂ. ഞങ്ങളതല്ല, ഞങ്ങൾ എല്ലാവരോടുമാണ് പറയുന്നത്. ഞങ്ങൾ മുസ്ലിം സമുദായത്തോടും നമുക്കറിയാം, മുത്തലാഖ് ഉൾപ്പെടെ ഏകീകൃത സിവിൽ കോഡ്, നമ്മൾ വരാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെ
വഖഫ് ബില്ല് ഉൾപ്പെടെ എന്തിന് റേഷൻ കാർഡിൽ ഇന്ന് അന്തസ്സായിട്ട് സ്ത്രീയുടെ പേരാണ് റേഷൻ കാർഡ് അല്ലേ? PMAY സ്കീമിൽ ആ വീട് കൊടുക്കുന്ന സ്ത്രീകൾക്കാണ്. ഇത്രയേറെ മുസ്ലിം സ്ത്രീകൾക്ക് ഇതുപോലെ ഗൗരവം കൊടുത്ത് അവർക്ക് സമൂഹത്തിൽ അവരെ ഉന്നതിയിലേക്ക് ഉയർത്താൻ ഇതുപോലെ ശ്രമിച്ച മറ്റൊരു പ്രധാനമന്ത്രിയുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കി. ഈ മുത്തലാഖ് എന്ന് പറയുന്ന നിയമം ഈ രാജ്യത്തിന് നിർത്തലാക്കിയപ്പോൾ അതിനെതിരെ ഒരു സമരം ചെയ്തില്ലേ? എന്താണ്? സ്ത്രീയെ വെറും പ്രസവിക്കുവാനുള്ള ഉപകരണമായി മാത്രം കാണുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന നിയമങ്ങളെ പൊളിച്ചെഴുതി സ്ത്രീക്ക് തുല്യത കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഇവരൊന്നും പറയുന്നത് സ്ത്രീ ശാക്തീകരണമല്ല. യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്താണ്? ഇപ്പൊ വഖഫ് ബില്ല് തന്നെ, വഖഫ് ബില്ല് എന്തിനാണ്? 12,000 കോടി രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാകേണ്ട വഖഫ് ബോർഡ് കഴിഞ്ഞ വർഷത്തെ വരുമാനം 91 കോടി രൂപ, വെറും 91 കോടി രൂപ. ഈ 12,000 കോടി രൂപ ആർക്ക് അവകാശപ്പെട്ടതാ? നരേന്ദ്രമോദിക്കോ, ഞങ്ങൾക്കോ, ഷോൺ ജോർജിനോ? ഒന്നും അല്ലല്ലോ. ഈ പറയുന്ന മോഹൻ ജോർജിനൊന്നും അവകാശപ്പെട്ടതല്ല. വഖഫ് ബോർഡിന് വരുമാനം ഉണ്ടായാൽ ആ വരുമാനം അർഹതപ്പെട്ടത് ഈ നാട്ടിലെ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും അവരുടെ പാർപ്പിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കാനാണ് വഖഫ് ബോർഡിന്റെ ചുമതല. അത് നിർവഹിക്കാതെ അത് കുറേ ആളുകൾക്ക് കൊള്ള ചെയ്യാനായി, കുറേ വ്യക്തികൾക്ക് കൊള്ള ചെയ്യുവാനായി അത് ചെയ്തു കൊടുത്തിരുന്ന ഒരു കാര്യത്തെ ഇന്നു മുതൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന് എല്ലാ കാര്യങ്ങളും രജിസ്ട്രേഷനായി കൃത്യമായ കണക്കായി. വഖഫ് ബോർഡ് ഇനി മുതൽ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൻ്റെ, അശരണരായ മുസ്ലിം വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വഖഫ് ബോർഡ് പ്രവർത്തിക്കും. ഹമാസിനെ വലിയ രീതിയിൽ പിന്തുണക്കുന്ന 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ഒന്ന് സ്വരാജ് ആണെങ്കിലും, ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും, അതോടൊപ്പം തന്നെ അൻവർ ആണെങ്കിലും, 3 പേരും വലിയ രീതിയിൽ തന്നെ ഇസ്രായേലിനെ എതിർത്ത് ഹമാസിനെ പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരാണ്. ഹമാസ് ഒരു പോരാട്ട സംഘടന മാത്രമാണ്, ഒരിക്കലും ഒരു തീവ്രവാദ സംഘടന അല്ല എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ദേശീയവാദികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഹമാസ് ചെയ്തു കൂട്ടിയിട്ടുള്ള വിഷയങ്ങളെല്ലാം മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു ദേശീയതയെ പിന്തുണക്കുന്ന BJPക്കൊപ്പം നിൽക്കേണ്ടതല്ലേ? നമ്മൾ ഇതിനകത്ത് പറഞ്ഞൊരു വൈഡ് സബ്ജക്റ്റാണ്. ഹമാസ് പോലെ തന്നെ IS, ഇതെല്ലാം പശ്ചിമേഷ്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കൺസെപ്റ്റിൻ്റെ ഭാഗമാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടുത്തെ ഇസ്ലാമിന് വിരുദ്ധമാണ്. അത് രാജ്യമെന്നുള്ള സങ്കല്പത്തെ തകർക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യങ്ങൾ തോറും വ്യാപിപ്പിച്ച് അത് എത്തിക്കുകയാണ്. അതായത് ഇവിടെയും കേരളത്തിലും കോൺഗ്രസിലും CPM-ലും ഒക്കെ ഈ അൻവറുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് ഇവിടുത്തെ കോൺഗ്രസിലും CPM-ലും ഒക്കെ കൃത്യമായി അതിൻ്റെ വക്താക്കൾ പ്രവർത്തിക്കുന്നു. ഒരു സമയത്ത് അത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നവരാണെങ്കിലും അവരെല്ലാം ഒരുമിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു സാധനമാകും. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ UDF-ന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുന്നിൽ കാണുന്ന സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലെ അതായത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അത് പർപ്പസ്ഫുള്ളി നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഏത് രാഷ്ട്രീയ മുന്നണി എന്നുള്ളതല്ല, വലിയ രീതിയിലുള്ള അതിന് പ്രത്യേക പ്രമോഷൻസ് കൊണ്ടുവരികയാണ്. കോൺഗ്രസിനെ പോലും, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ഇന്ന് ഷാഫി പറമ്പിലിൻ്റെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഷാഫി പോലും അറിയാതെ നടക്കുന്നൊരു അജണ്ടയാണ്. ഒരുപക്ഷെ ഷാഫിയാണ് ഇതിൻ്റെ പുറകിൽ ഞാൻ പറയുന്നില്ല, ഷാഫി പോലും അറിയാതെ ആ അജണ്ട ഇവിടെ നടപ്പിലാകുന്നുണ്ട്. അതിന് മതേതരത്വത്തിൻ്റെ കളർ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം പുറകിൽ ഈ പറയുന്ന ശക്തികളുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അവർ ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റുഡിയോ എന്ന് പറയുന്ന ടാറ്റയുടെ കീഴിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. ഇസ്രായേലിന് ആയുധം നിർമ്മിച്ച് നൽകുന്നു എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. അതിന് ടാറ്റ വലിയ പിന്തുണ കൊടുക്കുന്നു, ടാറ്റ അത് ചെയ്യുന്നു. അപ്പോൾ അത് എതിർക്കപ്പെടേണ്ടതാണ്, നാം പൊതുസമൂഹം അവരെ ഒറ്റപ്പെടുത്തണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു മതപരമായിട്ടുള്ള വലിയ രീതിയിൽ വിഘടിപ്പിന് വേണ്ടിയുള്ള ശ്രമമല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം പറയാം, യുവമാരുടെ ഇന്നലത്തെ ഒരൊറ്റ സമരം കൊണ്ട് ഞാൻ ഉൾപ്പെടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇനി സ്റ്റുഡിയോയിൽ നിന്ന് മാത്രമേ വസ്ത്രം വാങ്ങുമെന്ന് തീരുമാനിച്ചു. സ്റ്റുഡിയോ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു പരസ്യം പോലും ഇല്ലായിരുന്ന സ്റ്റുഡിയോയ്ക്ക് ഇത്രയും വലിയ പരസ്യം ഉണ്ടാക്കി കൊടുത്തത് ഇവരാണ്. എന്തിനു വേണ്ടി? ഒരു കമ്പനി അവരുടെ ബിസിനസ് ആർക്ക് വേണ്ടിയും ചെയ്യാം. പക്ഷേ ഇസ്രായേലിനെ സഹായിക്കുന്നു, അല്ല ഇസ്രായേലിന് ഇന്ന നിർമ്മിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ ഇവരാരാണ്? ഇവർക്ക് ഹമാസുമായിട്ട് എന്താണ് ബന്ധം? പാലസ്തീനിൽ എന്താ ഇവർക്ക് ബന്ധം?
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് വർഗീയത തന്നെയല്ലേ? ഇവിടെ ബംഗ്ലാദേശിൽ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളല്ലേ ബംഗ്ലാദേശിലുള്ളത്? അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എവിടെ പോയായിരുന്നു ഈ ആദർശം? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ്സിൽ മറ്റേ ഷോൾ കഫിയ കിട്ടല്ലോ. എന്തേ ആ ബംഗ്ലാദേശി പാവങ്ങളെ പീഡിപ്പിച്ചപ്പോൾ ഇവന്മാർക്കൊന്നും ഇത് തോന്നാത്തെ? ഇവിടെ അസർബൈജാനിൽ ആയിരക്കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടപ്പോൾ ഇവർക്കൊന്നും ഇത് തോന്നാത്തെ? നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സംഘടന അവിടെ ഏതെങ്കിലും മിഷണറിമാരുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ അതിന് അനുശോചനം രേഖപ്പെടുത്താൻ കോൺഗ്രസ്സുകാരെ കിട്ടും. എന്തേ കോൺഗ്രസ്സുകാരൻ അസർബൈജാനിലും നൈജീരിയയിലും ഉൾപ്പെടെ വലിയ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരതയ്ക്ക് പാത്രമാകുന്ന ക്രൈസ്തവരെ കുറിച്ച് വിലപിക്കാൻ ഇവർക്കില്ല? ഗാസയിൽ മാത്രമുള്ളൂ മനുഷ്യർ? ഞാനും പറയുന്നു, എനിക്കും വിഷമമുണ്ട്. ഗാസയിൽ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കാണുമ്പോൾ എനിക്കും വിഷമമുണ്ട്. എനിക്കൊരു സങ്കടമില്ല. അത് ഇസ്രായേൽ ചെയ്താലും ഹമാസ് ചെയ്താലും തെറ്റാണ്. ഈ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ കൊലപാതകം നടന്നത് തെറ്റാന്നുള്ള അഭിപ്രായക്കാരാണെന്നല്ല. പക്ഷെ ഇത് ചൊള്ളു കൊടുത്ത് ചുള മേടിക്കുന്നല്ലേ? പക്ഷെ അവിടെ ഈ പ്രീണനം ഇവിടെ മാത്രമാണ് പ്രീണനം. അവിടെ മാത്രമേ കൊള്ളുന്നുള്ളൂ. ജനത്തിന് വേണ്ടി സംസാരിക്കുക, മനുഷ്യന് വേണ്ടി സംസാരിക്കുക ഞാനും കൂടാ. ഇതെല്ലാം നിലമ്പൂർ ഇലക്ഷനെ നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ ജനം ഇരിക്കുന്നത്? ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ജനത്തിന് നിനക്ക് നല്ല ബോധ്യമുണ്ട് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്. ഈ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഈ പ്രീണന നയങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കണ്ടുകൊണ്ടാണ് ജനത ഇരിക്കുന്നത്. അത് വലിയ രീതിയിൽ നിലമ്പൂരിന്റെ മണ്ണിൽ പ്രതിഫലിക്കും.